അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ജരീർ ഇബ്ൻ അബ്ദുല്ലാഹ് ചെല്ലെ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ಬಂತು. എന്തിനായാലും എന്തൊരു പ്രോബ്ലം പിടിച്ചു വന്നില്ല. അയാൾ കുതിരക്ക് പറ്റിയെങ്കിൽ, അയാളുടെ കുതിര ഉണ്ട്, കുതിരക്ക് പറ്റിയിട്ടായെങ്കിൽ ആ കുതിരയിൽ അയാൾ കറക്റ്റ് എന്താവില്ല, ദേക്ക് വയറാവില്ല, കൊറിയ പറ്റിച്ചെല്ലാം എതിർ പോകുമ്പോൾ അയാൾ വീണ്ടു, കുതിരയിൽ അയാൾക്ക് ഗ്രിപ്പ് കിട്ടില്ല. അങ്ങനെ നബി തങ്ങളുടെ വിഷയത്ത്, യാ റസൂലല്ലാഹ്, കുന്തു ലാ അസ്ബുതു അലൽ ഖൈലി, നബിയെ ഞാൻ കുതിരയുടെ മേൽ പറ്റിയിട്ടായെങ്കിൽ എന്നൊക്കെ അവിടെ ഉറച്ചിട്ട് നിൽക്കോ സാധ്യമായിട്ടില്ല. ശരി, പണ്ടത്തെ കാലത്തിൽ ഒരു ബൈക്കിടെ സ്ഥാനത്തേക്ക് കുതിരയില്ലേ, അപ്പോൾ അപ്പോൾ ഇവർ പോകും, ബൈക്ക് ആവശ്യം പോലെ മനുഷ്യന്മാർ അപ്പോൾ ഇവർ പോകേണ്ട കുതിര ആവശ്യമെന്ന് ചെയ്യുന്നത്. പക്ഷേ ഈ ജരീർ ഇബ്ൻ അബ്ദുല്ലാഹിൻ്റെ പ്രോബ്ലം, കുതിരയിൽ പറ്റിയും കറക്റ്റ് നിൽക്കില്ല. പറ്റിയെങ്കിൽ അപ്പം എന്താവും, കുതിരയോട് ജന 3 ഹജ്ജ് വയ്ക്കുമ്പോൾ ബൂളുടെ ഒരു അവസ്ഥ എത്തിക്കും. ഇത് വലിയ പ്രോബ്ലം ആയിട്ട് പരിഹാരം കേട്ടുണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലറബ യദഹു അലാ സദ്രി ഹത്താ റഅയ്തു അസറ യദിഹി ഫീ സദ്രി. ഇത് കേട്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടി അടിച്ചിട്ട്, എവിടെ അടിച്ച്, എൻ്റെ നെഞ്ഞിനെ മേലടിച്ചിട്ട്, എൻ്റെ നെഞ്ഞിൻ്റെ ഭാഗത്ത് ഒരു അടി അടിച്ചിട്ട്, എവിടുത്തെ അടിയിൽ എൻ്റെ നെഞ്ഞിൽ നബി തങ്ങളെ കയ്യിൽ അച്ച് പോന്തു, അത്ര അബസത്തിലൊരു അടി അടിച്ചിട്ട്. എന്ന് വെച്ചിട്ട് അല്ലാഹു മസ്ബുത്ഹു, പഠിച്ചവനെ ഈ ജരീർ അബ്ദുല്ലാഹിബ്ൻ ജരീർ നീ എന്താക്കണം, കുതിരൽ വരച്ച് നിൽക്കുള്ളതായ ശക്തി കൊടുക്കണോ ചെന്നിട്ട് വാർന്നിട്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ ജരീർ ചെല്ല്, ഫമാ വഖഅതു അലാ ഫർസിൻ ബാദു, അതിൽ പിന്നെ ഞാൻ ഒരിക്കലും കുതിര മേൽ പത്തിയിട്ട് ഞാൻ ഒരിക്കലും പൂണ്ടിക്കല. എങ്ങനെ ലീലാജാലായിട്ട് ഞാൻ കുതിര പോവാട്ടിയെങ്കിലും കുതിര മേൽ ബോൾഡ് പ്രോബ്ലം നക്കിട്ടില്ല, എനിക്ക് പരിഹാരമായി കിട്ടിയിട്ടുണ്ട്. അതായിക്കണം അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ദ്വാരന്നെങ്കിലും അള്ളാഹു അപ്പമേ സ്വീകരിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പ്രോബ്ലം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭയങ്കര മറക്കടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്റ്റുഡൻ്റായിട്ട് എന്ത് ചെന്ന് ഓർത്തെങ്കിലും അത് അപ്പത്തും മാത്രം പിന്നെ മാറുന്നിട്ടിക്കട്. അങ്ങനെ ആ ഒരു പ്രോബ്ലം അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ നിങ്ങളെ ഹദീസെല്ലാം ഓർമ്മ വെക്കൊണ്ട് ഭാര്യ ആശയുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര മറവി നബിയെ. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, ഓ അബൂ ഹുറൈറ, നിൻ്റെ ആ തുണി നീ നീട്ടി താ ചെന്നു. അബൂ ഹുറൈറ ഒരു ചെറിയ ടവൽ പോലത്തെ ഒരു തുണി ഞാൻ ആ തുണി നീട്ടി കൊടുത്തു, വിരിച്ച് കൊടുത്തു. എന്നിട്ട് എന്തോ കയ്യിൽ ഇങ്ങനെ ഭാര്യ കോരിയിട്ട പോലെ ഇട്ട്, കയ്യിലെന്തോ ഇല്ല, എന്തോ ഒരു കോരിയിട്ടെടുത്തു. എന്നിട്ട് എന്തിന് ലുമ്മ സോദരക്ക, നിൻ്റെ നെഞ്ഞിലേക്ക് അതിനെ കൂട്ടുചേർത്തു, നിൻ്റെ നെഞ്ഞിലേക്ക് അതിനെ കൂട്ടിയോളുണ്ട്. അങ്ങനെ ആ തുണി എടുത്തിട്ട് നിൻ്റെ നെഞ്ഞിലേക്ക് കൂട്ടിയ അബൂ ഹുറൈറ ചെല്ല്, പിന്നെ ഒറ്റ ഒരു പലക്ക പോലും മറന്നിട്ടിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ചെല്ല്, അത് അപ്പമേ ഞാൻ എന്താക്കിയെന്നെ മനപ്പാട നക്ക് തൻ്റെ താരി ആയതിട്ട് ഞാൻ മനപ്പാടം ആക്കൊണ്ടില്ല. ഒറ്റ ഒരു പദ പോലും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന വേർഡ്സ് ഞാൻ മറന്നിട്ടില്ലേ. അതുകൊണ്ടായിരിക്കും സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടു. ബി മുഅ്ജിസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഅ്ജിസത്തായിട്ട് അവിടുത്തെ ഷറഫാകപ്പെട്ട നാവ് കൊണ്ട് വന്ന ആ ദുആ അതൊരിക്കലും അള്ളാഹു തട്ടിയെന്നിട്ടില്ല, ഹായ് ബാക്കിയെന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ടും നാളെ ശരീരത്തുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. ദീൻ്റെ ഖിദ്മത്തിനൊക്കെയുള്ള ആ ഒരു തടസ്സം ഉണ്ടാക്കുന്ന എല്ലാ തടയെടുത്തിട്ട് അള്ളാഹു നീക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ആഫിയത്ത് അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. നല്ല ഉമ്മാബ അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. നല്ല വിഷമങ്ങൾ, ബേജാറങ്ങ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ഹബീബിൻ്റെ ബർക്കത്തിൽ നീക്കിയിട്ട് നല്ല റാഹത്തുള്ള നെമ്മതുള്ള ആരോഗ്യത്തുള്ള ജീവിതം അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.